കോഴിക്കോട് മാറാടും പണം നൽകി വോട്ട് പിടിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. PV അൻവറിന് വോട്ട് ചെയ്യണമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടെന്നാണ് പരാതി. LDFന്റെ ബൂത്ത് ഏജന്റായി ഇരിക്കരുതെന്ന് ആവശ്യപ്പെട്ടെന്നും 2000 രൂപ വാഗ്ദാനം ചെയ്തെന്നും മാറാട് സ്വദേശി സ്വാമിനാഥന്റെ പരാതി. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവനും ഞാൻ പരിചയമില്ലാത്ത ഒരാളും എൻ്റെ കടയിൽ ഇതവിടെ വന്നു നിന്നു. ഒരു ആക്റ്റീവ് വണ്ടിയുമല്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് നാളെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കരുത് എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇപ്പം നിങ്ങൾ കണ്ട ആ കാശ് ഇവിടെ 4500 നോട്ടുണ്ട്, 2000 രൂപ. അത് ഇവിടെ ഇട്ടിട്ട് അവർ വണ്ടിയിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അവരെ പുറകെ പോകുമ്പോഴേക്കും അവർ വണ്ടിയായിട്ട് പോയി. വിവരങ്ങളുമായി ആകാശ് തടത്തിലാണ് ചെന്നത്. ആകാശ്, ഇപ്പോൾ BJP ഈ പണമൊഴുക്കുന്നു എന്നുള്ളൊരു വിവാദം നമ്മൾ കണ്ടു. ഇതിപ്പോൾ കോൺഗ്രസ് കൂടി ആ വിവാദത്തിൽ പെടുകയാണോ? വ്യക്തമായ തെളിവുകളുണ്ടോ ഈ സംഭവത്തിൽ? അഞ്ജലി, തീർച്ചയായും കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് തന്നെയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ ബേപ്പൂരിൽ അത് UDF സ്ഥാനാർത്ഥി PV അൻവറിൻ്റെ ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തതെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ഇവർ രണ്ടുപേര്, ഒരാൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, സജീവൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാളും കൂടെ നിലമ്പൂരിൽ നിന്ന് വന്ന ഒരാളും കൂടി ചേർന്നാണ് ഈ കടയിലെത്തിയത്. പിന്നീട് ഈ കടയിലുള്ള ആൾ മുൻ കോൺഗ്രസിലെ ഒരു പ്രവർത്തകനായിരുന്നു. പിന്നീട് LDFിലേക്ക് അയാൾ മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളോട് തിരിച്ച് കോൺഗ്രസിലേക്ക് വരണം, കൂടാതെ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ, നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബൂത്ത് ഏജന്റായിട്ട് ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ 2000 രൂപ ഓഫർ ചെയ്തത്. എന്നാൽ ഇയാൾ ഇത് നിരസിച്ചെങ്കിലും ഇവർ ഈ വാഹനത്തിലെത്തിയവർ ഈ കടയിൽ ആ നോട്ട് വെച്ച് മടങ്ങുകയായിരുന്നു. പിന്നാലെ തന്നെ ഇയാൾ പോലീസിൽ പരാതി നൽകി. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. എതിർ സ്ഥാനാർത്ഥിയായ PV അൻവർ വലിയ രീതിയിൽ പണം ഒഴുക്കുന്നു, വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരാൾക്കല്ല 3 പേരാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഒരാളുടെ പേര് അബ്ദുള്ള എന്നാണ്. ഇയാൾക്ക് 1000 രൂപയാണ് വാഗ്ദാനം ചെയ്തത്. മറ്റൊരാൾ ഈ പ്രദേശത്ത് നിന്നുള്ള ഒരാളാണ്. അയാൾക്കും ഇതുപോലെ തന്നെ 2000 രൂപ നൽകിയിട്ടാണ് ഇവർ മടങ്ങിയത്. ഏതായാലും ഇതിനെതിരെ ഇവർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ LDFന്റെ പ്രാദേശിക ഘടകം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് നടന്നതിന് സമാനമായ രീതിയിൽ തന്നെ വോട്ട് പിടിക്കാനായി ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ഈ ബേപ്പൂർ ഭാഗങ്ങളിൽ ഉൾപ്പെടെ. ഇത് ബാറാറ് വാട്ടർ ടാങ്ക് റോഡിന് സമീപമുള്ള ഒരു ചെറിയ പെട്ടിക്കടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇയാളാണ് ഈ കാര്യം പുറത്തു പറയുന്നത്. കൂടാതെ തന്നെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അൻവറുമായി അല്പസമയത്തിനകം പ്രതികരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെറും വിവാദമാണെന്നും അദ്ദേഹത്തിന് കൂടെയുള്ളവരും ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് SHOയ്ക്കും കൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. റിയാസ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ വലിയ തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ അൻവറിനെതിരെയും വന്നിരിക്കുന്നത്. റിയാസ് പറഞ്ഞിരുന്നു ബേപ്പൂരിൽ പണം ഒഴുക്കുന്നു PV അൻവർ, എതിർ സ്ഥാനാർത്ഥി വലിയ രീതിയിൽ പണം ഒഴുക്കുന്നു. ഏതായാലും ബേപ്പൂരുകാർ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ളത് അദ്ദേഹം കഴിഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിന് സമാനമായ രീതിയിൽ, അത് ശരിവെക്കുന്ന രീതിയിലുള്ള സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാലക്കാടിന് പുറമെ ബേപ്പൂരിലെ മാറാട് അൻവറിന്റെ പ്രതികരണം കൂടി ഈ സംഭവത്തിൽ വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറിൽ തന്നെ ലഭിക്കും.